ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ ടെസ്റ്റിമോണിയൽസ് വന്നിരിക്കുന്നത് ഷനിബ റിയാസിൻ്റെ നിന്നാണ്. ഷനിബ നമ്മുടെ തലശ്ശേരി ദം ചിക്കൻ ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഈ ഫോട്ടോ അയച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഇനിയും ഫോട്ടോസ് അയക്കണം. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesarsimple@gmail.com. മറക്കാതെ ഫോട്ടോസ് അയക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പനീർ ബട്ടർ മസാല. നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഗരം മസാല റെസിപ്പി ഇട്ടിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല വില നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ പഞ്ചാബി സ്റ്റൈൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. നമുക്കപ്പം നോക്കാം. ഇത് ചപ്പാത്തിനായിട്ടും നാനിനായിട്ടും നന്നായിട്ട് ചേരും. എൻ്റെ വീട്ടിൽ കൂടുതൽ ചപ്പാത്തിനായിട്ടാണ് സെർവ് ചെയ്യാറ്. എൻ്റെ മോൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 2.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് നമ്മുടെ ചെറിയ ജീരകം ചേർത്തിട്ട് അതൊന്ന് പൊട്ടാൻ സമയം കൊടുക്കണം. നല്ല ജീരകം ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഐറ്റമാണ്. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കൊത്തി അരിഞ്ഞതാണ്, അത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് സോഫ്റ്റായി കളറൊന്ന് മാറിയാൽ മതി, ബ്രൗൺ ആവണ്ട. അതിലേക്ക് ഇനി നമുക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിൽ പേസ്റ്റ് ആക്കിയതാണിത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വഴറ്റി ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം. പച്ചമണം മാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1.5 കപ്പ് ടൊമാറ്റോ പ്യൂറേ ആഡ് ചെയ്യാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ പ്യൂറയാണ്. നമുക്ക് കടയിൽ എളുപ്പമായിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ ടൊമാറ്റോ പ്യൂറേ. ഇതൊന്ന് തിളച്ച് വന്ന് ആ കളറൊക്കെ ഒന്ന് ഡീപ്പ് റെഡായി തുടങ്ങും. അതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞ് മുകളിൽ വരും. അതിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഇത് മൂടി വെക്കണമായിരിക്കും നല്ലത്, കാരണം ടൊമാറ്റോ പ്യൂറേ തെറിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നന്നായി കട്ടി വെച്ച് ഇങ്ങനെ തിക്കായിട്ടുണ്ടാവും. എണ്ണയും തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ടാവും. ഇപ്പം നമുക്കിതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെയും ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ നോർത്ത് ഇന്ത്യൻ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ഈ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം വേണമെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. അതിന് ശേഷം കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പനീർ മസാലയിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് 1 മുതൽ 1.5 ടീസ്പൂൺ കസൂരി മേത്തി, നമ്മുടെ ഉണങ്ങിയ ഉലുവയുടെ ഇല. ഇതൊന്ന് കൈ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഉപ്പ് പാകത്തിന് ചേർക്കണം. ടൊമാറ്റോ പ്യൂറിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഉപ്പ് ഇടാണ്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രഷ് പനീർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണിത്. ഇത് ചേർത്തിട്ടുണ്ട്. 400 ഗ്രാം പനീറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് പതുക്കെ ഇളക്കി ആ മസാല ഒക്കെ നന്നായിട്ട് ഈ പനീറിന് പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിനു മുമ്പ് 1/4 കപ്പും കൂടി വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആ മസാല ഇങ്ങനെ അടി പിടിക്കും. പനീർ കുക്കാവാൻ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. പനീർ ബട്ടർ മസാലക്ക് കസൂരി മേത്തിയുടെ ഫ്ലേവർ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മസാല നന്നായി കട്ടി വെച്ച് നല്ല തിക്കായിരിക്കും.
പനീർ ഇളക്കുമ്പോഴും സൂക്ഷിക്കണം, പനീർ ഒന്ന് ഉടഞ്ഞു പോവാണ്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പം നമുക്ക് 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള ക്രീം, അമൂലിൻ്റെ ക്രീമൊക്കെ പോലെ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പീഡിൽ ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ തീ ഇത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട്. വേഗം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രീം ഇങ്ങനെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ക്രീം നന്നായി മിക്സ് ആയതിനു ശേഷം ഇതൊന്ന് തിരിച്ച് തിളച്ചാൽ മതി. അപ്പോൾ ആ പാലിൻ്റെ ഒരു പച്ച മണം മാറും. ആ മണം മാറിയ ഉടനെ നമുക്ക് തീ ഓഫ് ആക്കാം. അപ്പോൾ നല്ല ആ ഗരം മസാലയുടെയും കസൂരി മേത്തിയുടെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. കൊതി തോന്നുന്ന ഒരു മണമാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിലിത്. ഏറ്റവും അവസാനം മല്ലിയില വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. മല്ലിയിലയും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയക്കാൻ മറക്കരുത്. കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.